രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിൽ കേസെടുക്കാൻ പോലീസ് നീക്കം. വിശദ പരിശോധനയ്ക്ക് ഡിജിപി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും പരാതികളിലാണ് നീക്കം. പരാതിക്കാരെ കണ്ടെത്താൻ ആലോചനയുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെയാണ് നീക്കം. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഗുരുതര വിഷയമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലും സൂചിപ്പിച്ചിരുന്നു. അതിൽ പോലീസിന്റെ നീക്കം ഇപ്പോൾ എങ്ങനെയാണ്? ധനിയ, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത്യന്തം ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതിനെ ആ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ സമീപിക്കും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം പോലീസ് തലത്തിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിലടക്കം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ നിലവിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നതാണ്. നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം പരാതിക്കാരനുള്ള ഹഫീസിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഹഫീസിൽ നിന്ന് മൊഴിയെടുക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകളടക്കം പോലീസിൽ ഹാജരാക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ എറണാകുളത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ പോലീസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായിട്ട് പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പരാതി പോലീസിന് മുമ്പിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. നിലവിൽ സമൂഹ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളുടെയും പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സംഭാഷണമുണ്ട്, മറ്റുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചുകൊണ്ട് കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള നീക്കത്തിലേക്കാണ് സംസ്ഥാന പോലീസ് പോകുന്നത്. പരാതിക്കാരെ എങ്ങനെ കണ്ടെത്തും? പരാതിക്കാർക്ക് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? തന്നെ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാം. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 8ഓളം പരാതി മാത്രമല്ല, പരാതിയായിട്ടല്ല, നിലവിൽ 8ഓളം സംഭവം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8ലധികം കേസുകൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും ആധികാരികമായിട്ടുള്ള പരാതി പോലീസിന് മുമ്പാകെ ലഭിച്ചിട്ടുമില്ല. പക്ഷേ എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചില പരാതികൾ മറ്റ് സ്വകാര്യമായിട്ടുള്ള ചില വ്യക്തികൾ തന്നെ പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഇതിനകത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടക്കം ഇതിനകത്ത് ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ കൂടി ഇതിനകത്ത് ഇടപെട്ട റിപ്പോർട്ട് തേടിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇതിനെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ആലോചനയാണ് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ തന്നെ ചോദിച്ചതുപോലെ പരാതിക്കാർക്ക് പരാതിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്, മറുഭാഗത്ത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പോലീസിനും ആർക്കും തന്നെ അറിയുകയുമില്ല. അപ്പോൾ അങ്ങനെ ആ യുവതി ആരാണ്, X or Y ആരായിരുന്നാലും അവരെ കണ്ടെത്താൻ കഴിയുമോ, അവർക്ക് പരാതിയുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ത്രീകളെ ശല്യം ചെയ്തതിൽ ഒരു വകുപ്പ് എടുക്കാൻ സാധിക്കില്ലേ? ഒപ്പം തന്നെ ഇതിൽ രാഹുലിന്റെ പേര് പറയുന്നുണ്ടല്ലോ പലയിടങ്ങളിലും. അതിനെ അതായത് ഇപ്പോൾ ഈ സ്റ്റോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസിന് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. അതായത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുക, സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ നിരന്തരം ഈ രീതിയിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിരന്തരം ശല്യം ചെയ്യുക. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഒറ്റയടിക്ക് പോലീസിന് ഇതിനകത്ത് കയറി ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടി പല കടമ്പകൾ കടന്ന് വേണം പോലീസ് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കേസെടുക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ലഭിച്ചിട്ടുള്ള പരാതികളിൽ പോലീസിന് കേസെടുത്താൽ തന്നെ ആദ്യഘട്ടത്തിൽ വളരെ ദുർബലമായിട്ടുള്ള FIR മാത്രമേ പോലീസിനെ ചുമത്താൻ കഴിയുകയുള്ളൂ. കാരണം വലിയ തരത്തിലുള്ള FIR വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തുകയും പിന്നീട് ഇതിനകത്ത് ഈ പരാതി നിലവിൽ FIR രജിസ്റ്റർ ചെയ്തൊരു സാഹചര്യത്തിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സമൂഹ മാധ്യമങ്ങളുടെയും മറ്റു മാധ്യമങ്ങളുടെയും അല്ലാതെ തന്നെ ലഭിച്ചിട്ടുള്ള പരാതികൾ, പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇടപെടാൻ കഴിയും. അങ്ങനെ എന്തായാലും ശബ്ദത്തിൽ ഫോൺ സംഭാഷണത്തിൽ കൊലപാതക ഭീഷണി ഉണ്ടായിരുന്നു, അത് പോലീസ് പരിഗണിക്കുന്നുണ്ടോ?
തന്നെ അതിന്റെ എല്ലാം ആധികാരികത പോലീസ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശം ഇതിനെയൊക്കെ ഒറ്റയടിക്ക് പോലീസിന് ഒരു തെളിവായിട്ട് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ടോ പോലീസിന് വലിയ തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ അതെല്ലാം ഒരു കാര്യമായിട്ട് ഇതിന്റെ പ്രൈം എവിഡൻസ് ആയിട്ട്, അതായത് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന പ്രൈമറി എവിഡൻസ് ആയിട്ട് പോലീസിനെ എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അതിനകത്ത് ഈ ശബ്ദ സന്ദേശം പ്രധാനമായിട്ടുള്ള ആദ്യം പ്രൈമറി ആയിട്ട് ലഭിക്കുന്ന പോലീസിന് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരമാണെങ്കിൽ കൂടി തന്നെ അതിനകത്ത് പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുലിന്റെ ഭീഷണിയുണ്ട്. ഗർഭചിത്രം നടത്തിയേ മതിയാവൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അതിന് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കൊല്ലപ്പെടുത്തുമെന്ന തരത്തിലേക്കുള്ള സന്ദേശത്തിലേക്ക് അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികരണത്തിലേക്ക് രാഹുലിന്റെ ശബ്ദ സന്ദേശം മാറുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് കേസെടുക്കാം. പക്ഷേ അങ്ങനെ കേസെടുത്താൽ അത് പിന്നീട് ഒരു നിയമവഴിയിലേക്ക് പോകുമ്പോൾ അത് പോലീസിനെ കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പോലീസ് ഒരു കുറേയധികം ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ കോടതിയിലടക്കമുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരം നൽകാൻ കഴിയാതെ വരും. അതുകൊണ്ട് നിലവിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയുള്ള ഒരു എഫ്ഐആർ ആയിരിക്കാം പോലീസ് ഇടുക. അത് ഒരുപക്ഷെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആയിരിക്കാം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ വേണം, ഏത് രീതിയിലായിരിക്കാം കേസെടുക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നത്. ആ കൂടിയാലോചനകൾക്ക് പിന്നാലെ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഇക്കാര്യത്തിനകത്ത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നേക്കും. സംസ്ഥാന പോലീസ് മേധാവി പ്രഭാത ചന്ദ്രശേഖറും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇതിനകത്ത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇതിനിടയിൽ ഒരു ട്രാൻസ്ജെൻഡർ രാഹുലിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ആ ട്രാൻസ്ജെൻഡർ പരാതി കൊച്ചിയിലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇന്നോ നാളെയോ തന്നെ ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷം പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്നെയാണ് ശരി ഷിജോ, അങ്ങനെ കേസെടുക്കാനുള്ള നിർദ്ദേശം DGP നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.